നമസ്കാരം. മൂവാറ്റുപുഴയിലെ ഇന്നത്തെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് സ്റ്റേറ്റ് ആരംഭിക്കുന്നു. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. നാമനിർദ്ദേശ പത്രികയിൽ വിദ്യാഭ്യാസ യോഗ്യത വ്യാജമായി ചേർത്തു. നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കണമെന്ന് LDF നഗരസഭാ ഓഫീസ് മാർച്ച് നടത്തപ്പെടും. വ്യാഴാഴ്ച രാവിലെ 10-നാണ് മാർച്ച്. ഞാൻ സമാവേശ് 2026 അന്താരാഷ്ട്ര ഗവേഷണ കോൺക്ലേവ് ഫെബ്രുവരി 25-26 തീയതികളിൽ നിർമ്മല കോളേജ് വേദിയാകും. രാഷ്ട്രീയം മറന്ന മൂവാറ്റുപുഴയുടെ ഭാവി, നഗരത്തിന്റെ ഭാവി ദിശ നിർണ്ണയിക്കുന്ന ചർച്ചയ്ക്ക് വിപുലമായ പൊതുപിന്തുണ. സമഗ്ര വികസന രൂപരേഖ 3D പ്രസന്റേഷനിലൂടെ നടത്തി. INTUC മഞ്ഞളൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസ് വാഴക്കുളത്ത് പ്രവർത്തനം ആരംഭിച്ചു. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് PM ഏലിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. സംരംഭകത്വ പൊതുബോധവൽക്കരണ ശില്പശാല ചൊവ്വാഴ്ച മൂവാറ്റുപുഴ താലൂക്ക് വ്യവസായ ഓഫീസിന്റെ നേതൃത്വത്തിലാണ് ശില്പശാല നടത്തപ്പെടുന്നത്. ചൊവ്വാഴ്ച 2:30 നഗരസഭ മിനി കോൺഫറൻസ് ഹാളിലാണ് നടത്തപ്പെടുന്നത്. വാർത്തകൾ വിശദമായി. നാമനിർദ്ദേശ പത്രികയിൽ വിദ്യാഭ്യാസ യോഗ്യത വ്യാജമായി ചേർത്ത നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് LDFന്റെ മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാവിലെ 10-ന് നഗരസഭാ ഓഫീസിന് മുന്നിലേക്ക് മാർച്ച് നടത്തും. മൂവാറ്റുപുഴ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികയിൽ വിദ്യാഭ്യാസ യോഗ്യത വ്യാജമായി ചേർത്തതിൽ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് LDF മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുന്നിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. വ്യാഴാഴ്ച രാവിലെ 10-ന് നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നതെന്ന് CPIM ഏരിയ സെക്രട്ടറി അനീഷ മാത്യു, CPI മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടക്കൽ, കേരള കോൺഗ്രസ് M നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷൈൻ ജേക്കബ്, CPIM മുനിസിപ്പൽ നോർത്ത് ലോക്കൽ സെക്രട്ടറി KG അനിൽകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇത്തരത്തിൽ മൂവാറ്റുപുഴയ്ക്ക് അപമാനകരമായി തീരുന്ന രീതിയിൽ വ്യാജരേഖ ചമച്ചുകൊണ്ട്, ഇല്ലാത്ത വിദ്യാഭ്യാസ യോഗ്യത കാണിച്ചുകൊണ്ട്, തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ തെറ്റായി കാണിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുക്കപ്പെട്ട മുനിസിപ്പൽ കൗൺസിലർ തൽസ്ഥാനം രാജിവെക്കണം എന്നുള്ളതാണ് LDFന് വേണ്ടി ആവശ്യപ്പെടാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 26-ാം തീയതി LDFന്റെ മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റിയിലേക്ക് സമരപരിപാടികളും മാർച്ചും ഉൾപ്പെടെ ഞങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വാർത്തയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടുത്തെ 1-2 ചാനലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുനിസിപ്പൽ ചെയർപേഴ്സണെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവർ പറഞ്ഞു ഞാൻ നിയമ നടപടികൾക്ക് പോകുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ നിയമ നടപടിക്ക് പോകണം. നമുക്കറിയാം, ഒരു കോടതിയിൽ വിദ്യാഭ്യാസ യോഗ്യത ആവശ്യപ്പെട്ടുകൊണ്ടൊരു കേസ് വന്ന് കോടതി ഒരു നോട്ടീസ് അയച്ചത് കൈപ്പറ്റാതെ അത് തിരിച്ചയക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഞങ്ങളീ പറയുന്ന ആരോപണങ്ങൾ തെറ്റാണ് എന്ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉറപ്പുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ 16-ാം തീയതി കോടതി വിളിച്ച ദിവസം ആ കോടതിയിൽ ഹാജരായി അവരുടെ ശരിയായിട്ടുള്ള MSWയും അതുപോലെ തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളും കാണിച്ച് ഞങ്ങൾക്കെതിരെ നിയമ നടപടിയും മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ സാധിക്കുമായിരുന്നു മുനിസിപ്പൽ ചെയർപേഴ്സൺ. ഇത് കൂടുതൽ സമയമെടുത്തുകൊണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള ഏത് രേഖകൾ എടുത്തുകൊണ്ട് വന്നാലും അതൊക്കെ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. മൂവാറ്റുപുഴയിൽ മയക്കുമരുന്ന് വിൽപ്പന സംഘങ്ങൾ വർദ്ധിച്ചു വരുന്നുവെന്ന് മാത്യു കുഴൽനാടൻ MLA സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുമ്പോൾ മയക്കുമരുന്ന് കേസിൽ പ്രതികളായ കോൺഗ്രസ് UDF നേതാക്കളെയും പ്രവർത്തകരെയും തള്ളിപ്പറയണമെന്നും നേതാക്കൾ പറഞ്ഞു. നമ്മുടെ സ്കൂളുകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി മാഫിയ സംഘങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അത് കുട്ടികളെ ഉൾപ്പെടെ ബാധിക്കുന്നു, കുട്ടികൾ സംഘർഷമുണ്ടാക്കുന്നു എന്നെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോയാണ് അദ്ദേഹം ചെയ്തത്. ആ ചെയ്തതിൽ നമുക്കൊരു തർക്കവുമില്ല. അത് ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഇതിനെതിരെ പോരാടുന്നതിന് തയ്യാറുമാണ്. പക്ഷേ അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മൂവാറ്റുപുഴ ടൗണിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ, കുറ്റകൃത്യം നടത്തിയ ആളുകൾ, ഇതിൻ്റെ കാരിയേഴ്സ് എന്ന് പറയപ്പെടുന്ന ആളുകൾ ആരാണെന്ന് മനസ്സിലാക്കാൻ ഈ പൊതുസമൂഹത്തിന് കൃത്യമായ ബോധ്യമുണ്ട്. തൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പങ്കാളികളായിട്ടുണ്ടെങ്കിൽ അവരെ തള്ളിപ്പറയാൻ ബഹുമാനപ്പെട്ട MLA തയ്യാറാകണം എന്നുകൂടി ഇതിൻ്റെ ഭാഗമായി സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നവർ പലതരത്തിലായിരിക്കാം കുട്ടികൾ, ഇതിൻ്റെ കാര്യവാഹകരായിട്ടുള്ള ആളുകൾ, ഇത്തരത്തിൽ മുന്നോട്ട് വരുന്ന ആളുകൾ ഇതിൻ്റെ മേക്കിംഗ് ഉൾപ്പെടെ നടത്തപ്പെടുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന ഘട്ടമാണിത്. എക്സൈസുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മൂവാറ്റുപുഴ ഇതിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായി മാറുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത നാമനിർദ്ദേശ പത്രികയിൽ വ്യാജമായി ചേർത്തത്, ഇതിനെതിരെ ആക്ഷേപവും പരാതിയും ഉയർന്നപ്പോൾ പരാതിക്കാർക്കെതിരെ നിയമ നടപടിക്ക് പോകുമെന്ന ജോയ്സ് മേരി ആന്റണിയുടെ വെല്ലുവിളി LDF നേതാക്കൾ സ്വാഗതം ചെയ്തു. ജോയ്സ് മേരി ആന്റണി തന്റെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കണമെന്നും അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞ് സ്ഥാനം രാജിവെക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു.
സെലിബ്രിറ്റി ആകാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നഗരസഭാ ചെയർപേഴ്സൺ എന്ന നിലയിൽ ജോയ്സ് മേരി ആന്റണി നടത്തുന്നതെന്നും LDF നേതാക്കൾ പറഞ്ഞു. നിർമ്മല കോളേജിൽ ജ്ഞാൻ സമവേശ് 2026 അന്താരാഷ്ട്ര ഗവേഷണ കോൺക്ലേവ് ഫെബ്രുവരി 25-26 തീയതികളിൽ നടത്തപ്പെടും. സുസ്ഥിര ഭാവിക്കായി ഇന്ത്യൻ ജ്ഞാന സമ്പ്രദായങ്ങളും ആധുനിക നവീന ആശയങ്ങളും എന്ന മുഖ്യപ്രമേയത്തിലാണ് കോൺക്ലേവ് നടത്തപ്പെടുന്നത്. മൂവാറ്റുപുഴ നിർമ്മല കോളേജ്, മൂവാറ്റുപുഴയിലെ റിസർച്ച് ഡെവലപ്മെന്റ് സെൽ, IQAC എന്നിവയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോളേജ് ഡെവലപ്മെന്റ് കൗൺസിലിന്റെ സഹകരണത്തോടെ ജ്ഞാൻ സമവേശ് 2026 രണ്ടാം അന്താരാഷ്ട്ര ഗവേഷണ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 25-26 തീയതികളിൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ ഹൈബ്രിഡ് മോഡലിലാണ് സമ്മേളനം നടക്കുന്നത്. സുസ്ഥിര ഭാവിക്കായി ഇന്ത്യൻ ജ്ഞാന സമ്പ്രദായങ്ങളും ആധുനിക നവീന ആശയങ്ങളും എന്ന മുഖ്യപ്രമേയത്തിലാണ് കോൺക്ലേവ് നടത്തപ്പെടുന്നത്. കോൺക്ലേവിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ഡോക്ടർ ശശി തരൂർ MP മുഖ്യാതിഥിയായും കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബിജുകുമാർ വിശിഷ്ടാതിഥിയായും പങ്കെടുക്കുമെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജസ്റ്റിൻ K. കുര്യാക്കോസ്, വൈസ് പ്രിൻസിപ്പൽ സോണി കുര്യാക്കോസ്, ഡോക്ടർ ജിജോ VJ, കോൺക്ലേവ് കൺവീനർ ജൂലിയ ഇമ്മാനുവൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ത്രൂ ഇന്ത്യൻ നോളജ് സിസ്റ്റംസ് ആൻഡ് മോഡേൺ ഇന്നൊവേഷൻ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഈ അന്താരാഷ്ട്ര ഗവേഷണ കോൺക്ലേവ് നടത്തുന്നത്. ഇന്ത്യൻ പാരമ്പര്യത്തെക്കുറിച്ചും ആധുനിക ശാസ്ത്ര സാങ്കേതിക രീതികളെക്കുറിച്ചും സൃഷ്ടിപരമായ ഒരു സംഗമവും അതോടൊപ്പം തന്നെ സുസ്ഥിരമായ ഭാവിയെ രൂപപ്പെടുത്തുവാൻ ഇത് എങ്ങനെ സഹായകരമാകുന്നു എന്നൊരു ചർച്ചയുമാണ് പ്രധാനമായും ഈ കോൺക്ലേവിൽ ലക്ഷ്യമാക്കുന്നത്. വിവിധ മേഖലകളിൽ നിന്നുള്ള ഗവേഷകർ, അധ്യാപകർ, വ്യവസായ പ്രമുഖരെല്ലാവരും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു. പരിസ്ഥിതി, സാമൂഹിക, സാമ്പത്തിക വെല്ലുവിളികളെ എപ്രകാരം നേരിടുവാൻ ഇന്ത്യൻ ജ്ഞാന സമ്പ്രദായം സഹായകരമാകും എന്ന ചർച്ച ഇതിനെ പ്രതി ഉണ്ടാകുന്നതാണ്. അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴയുടെ സംസ്കാരത്തെ സംരക്ഷിക്കുകയും അതിനെക്കുറിച്ചുള്ള പഠനവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കോളേജിൽ ത്രിവേണി പ്രജ്ഞാൻ ശാല എന്ന ഒരു റിസർച്ച് സെൻറ്റർ കൂടി ഈ കോൺക്ലേവിൽ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. മൂവാറ്റുപുഴയുടെ സംസ്കാരത്തെയും പ്രത്യേകിച്ച് ഇവിടുത്തെ നമ്മളുടെ നദികളെക്കുറിച്ച്, പ്രാദേശികമായിട്ടുള്ള പൈതൃകങ്ങളെക്കുറിച്ച്, അതോടൊപ്പം തന്നെ നമ്മളുടെ സംസ്കാരം, ക്ഷേത്രകലകൾ, ആചാരാനുഷ്ഠാനങ്ങൾ, കാർഷിക രീതികൾ എന്നിവയെ സംരക്ഷിക്കുകയും അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയും മൂവാറ്റുപുഴയുടെ ചരിത്രം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മ്യൂസിയവും കൂടി രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. 2 ദിവസങ്ങളായി നടക്കുന്ന കോൺക്ലേവിൽ പ്ലീനറി പ്രഭാഷണങ്ങൾ, വർക്ക്ഷോപ്പ് സെഷനുകൾ, ഗവേഷണ പ്രബന്ധ അവതരണങ്ങൾ, പോസ്റ്റ് കോൺഫറൻസ് ടൂർ എന്നിവ നടത്തപ്പെടും. കോൺക്ലേവിൽ ശാസ്ത്രം, പ്രായോഗിക ശാസ്ത്രം, ഭാഷാ സാഹിത്യം, സാമൂഹ്യശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ പ്രഭാഷണം നടത്തും. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. രാഷ്ട്രീയം മറന്ന് മൂവാറ്റുപുഴയുടെ ഭാവിക്കായി എല്ലാവരും കൈകോർത്ത അപൂർവ സംഘവുമായി ഫ്യൂച്ചർ മൂവാറ്റുപുഴ. നഗരത്തിന്റെ ഭാവി ദിശ നിർണ്ണയിക്കുന്ന ചർച്ചയ്ക്ക് വിപുലമായ പൊതുപിന്തുണ ലഭിച്ചത് സമഗ്ര വികസന രൂപരേഖ 3D പ്രസന്റേഷനിലൂടെ ചെയർപേഴ്സൺ അവതരിപ്പിച്ചു. മൂവാറ്റുപുഴ നഗരസഭയുടെ വികസന സെമിനാർ ഗവൺമെന്റ് മോഡൽ സ്കൂളിൽ സംഘടിപ്പിച്ചു. പാർപ്പിട വികസനം, നഗര ശുചിത്വം, ആരോഗ്യം, വിദ്യാഭ്യാസം, റോഡ് നവീകരണം, മെച്ചപ്പെട്ട ഗതാഗതം, കൃഷി, പിന്നോക്ക, വനിത, യുവജന ക്ഷേമം, സ്ത്രീ ശാക്തീകരണം, കുടിവെള്ള വിതരണം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, വിനോദസഞ്ചാരം, കലാ, സാംസ്കാരികം, വ്യാപാര, വ്യവസായങ്ങൾ തുടങ്ങി എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന രീതിയിലാണ് വാർഷിക പദ്ധതി രൂപപ്പെടുത്തിയിരിക്കുന്നത്. ബഹുജന പങ്കാളിത്തത്തോടെ നടത്തിയ സെമിനാർ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. സമൃദ്ധമായ സാംസ്കാരിക പൈതൃകവും പ്രകൃതി ഭംഗിയും കൈകോർക്കുന്ന ഈ നാടിന്റെ സമഗ്ര വികസനമാണ് നഗരസഭയുടെ പ്രധാന ലക്ഷ്യമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. എല്ലാ മേഖലകളിലൂടെയും കടന്നു പോകുമ്പോൾ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഒരു കോട്ടവും ഉണ്ടാകാൻ പാടില്ല. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ മീറ്റ് യുവർ ചെയർപേഴ്സൺ എന്ന് പറയുന്ന പ്രോഗ്രാമിന് രൂപം കൊടുത്തത്. ഈ മീറ്റ് യുവർ ചെയർപേഴ്സൺ എന്ന് പറയുന്ന പ്രോഗ്രാം ഒത്തിരി സന്തോഷത്തോടെ പറയട്ടെ, ഇന്ന് കേരളത്തിൻ്റെ വിവിധ മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് പോസ്റ്ററുകൾ പലരും എനിക്ക് അയച്ചു തരുന്നുണ്ട്. ഓരോ മുനിസിപ്പാലിറ്റികളിൽ
ഞങ്ങളിത് നടത്തുകയാണിത്. മൂവാറ്റുപുഴ നഗരസഭയിൽ നിന്നാണ് ഞങ്ങളിത് പഠിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. മീഡിയ ചെയർപേഴ്സണിൽ 2 ഘട്ടങ്ങളായിട്ട് നമ്മൾ നടത്തിയ പരാതികൾ വിശദമായിട്ട് പരിശോധിക്കുവാനും സമയബന്ധിതമായി അതിൻ്റെ പരിഹാരത്തിലേക്ക് പോകുവാനായിട്ടും നഗരസഭയ്ക്ക് ഈ ദിവസങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഇടപെടലുണ്ട്. ഉദ്യോഗസ്ഥർ വളരെ മനോഹരമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും 2 തട്ടിലല്ല 1 തട്ടിൽ നിന്നുകൊണ്ട് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക എന്നുള്ളതാണ് കൗൺസിലിന്റെ ലക്ഷ്യം. വൈസ് ചെയർമാൻ PM അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അസംബികം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷഹന മാഹിൻ, രജിത P, ആസൂത്രണ സമിതി ഉപാധ്യക്ഷ റെജീന, നഗരസഭാ സൂപ്രണ്ട് ഷീല തുടങ്ങിയവർ പങ്കെടുത്തു. വാഴക്കുളത്ത് INTUC മഞ്ഞളൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് PM ഏലിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. INTUC മഞ്ഞളൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസ് വാഴക്കുളത്ത് പ്രവർത്തനം ആരംഭിച്ചു. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് PM ഏലിയാസ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാഴക്കുളം മേഖലയിൽ തൊഴിൽ മേഖലയിൽ വളരെയധികം സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നമ്മളെ പലപ്പോഴും പാർട്ടി ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു ഓഫീസ് പ്രവർത്തനമാണ് നമ്മൾ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ എല്ലാ പഞ്ചായത്തുകളിലും നമുക്ക് സ്വന്തമായിട്ട് ഓഫീസുകളുണ്ട്. ഇപ്പോൾ പൈക്കൂട്ടരാണെങ്കിലും പോത്താനിക്കാടാണെങ്കിലും മൂവാറ്റുപുഴയിലെ എല്ലാ പ്രദേശത്തും ഒരു യൂണിറ്റ് തലത്തിൽ തന്നെ ഓഫീസുകളുണ്ട്. ആലപ്പുഴയിലുണ്ട്, പാലപ്പുഴയിലുണ്ട്. പക്ഷെ മഞ്ഞളൂര് പാർട്ടി ഓഫീസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയിട്ടുള്ളത്. അത് പലപ്പോഴും ഈ പാർട്ടിക്കാരുമായിട്ട് നമ്മളുമായിട്ടും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ബുദ്ധിമുട്ടാകാം. ഏതായാലും അതിനൊക്കെ ഒരു രമ്യമായ ഒരു പരിഹാരം നമ്മളിപ്പോൾ പാർട്ടിയായിട്ട് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, യൂണിയനുമായിട്ടും അവർക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ ചില തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ബഹുജന സംഘടന എന്ന രീതിയിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവാം. പക്ഷെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരാകട്ടെ അതിന്റെ നേതാക്കന്മാരാകട്ടെ തീർച്ചയായിട്ടും തൊഴിലാളിക്ക് വേണ്ടി നിലനിൽക്കാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിയുള്ളൂ. നിങ്ങളിപ്പോ പാർട്ടി 3 മാസം കഴിയുമ്പോൾ പാർട്ടി അധികാരത്തിൽ വരാൻ പോവുകയാണ്. ഈ പാർട്ടി അധികാരത്തിൽ വന്നാലും പാർട്ടി തൊഴിലാളിക്കെതിരായിട്ട് എന്ത് ചെയ്താലും നമ്മൾ സമരരംഗത്ത് ഇറങ്ങും. അതേ സംബന്ധിച്ച് നമുക്ക് വിട്ടുവീഴ്ചയൊന്നുമില്ല. അതിപ്പോ CPM ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും BJP ഭരിച്ചാലും ഏത് പാർട്ടി ഭരിച്ചാലും തൊഴിലാളിക്കെതിരായി ഒരു നിയമ നടപടികളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നയപരമായ തീരുമാനങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് തിരുത്താൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുന്നിട്ടിറങ്ങുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. മണ്ഡലം പ്രസിഡന്റ് PV തങ്കച്ചൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റീജിയണൽ പ്രസിഡന്റ് സന്തോഷ് ഐസക്, മഞ്ഞളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തന്നിട്ടമകൽ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സിജു താണിക്കൽ, VR പങ്കജാക്ഷൻ നായർ, അനിൽ സജി, വിജയൻ മരുതൂർ, അൻസർ PK, K കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു. INTUC ഡിംബർ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റായി ടോമി തന്നിട്ടമാക്കലിനെയും വൈസ് പ്രസിഡന്റായി സനിൽ സജിയെയും സെക്രട്ടറിയായി MG രാധാകൃഷ്ണനെയും ട്രഷററായി അൻസാർ PKയെയും തിരഞ്ഞെടുത്തു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. സംരംഭകത്വ പൊതുബോധവൽക്കരണ ശില്പശാല ചൊവ്വാഴ്ച. മൂവാറ്റുപുഴ താലൂക്ക് വ്യവസായ ഓഫീസിന്റെ നേതൃത്വത്തിൽ സംരംഭകത്വ പൊതുബോധവൽക്കരണ ശില്പശാല ചൊവ്വാഴ്ച 2:30 നഗരസഭാ മിനി കോൺഫറൻസ് ഹാളിൽ നടത്തപ്പെടും. സംരംഭത്തിന് ആവശ്യമായ സർക്കാർ പദ്ധതികൾ, സബ്സിഡി, ബാങ്ക് വായ്പ, ലൈസൻസ് എന്നിവയെക്കുറിച്ച് ശില്പശാലയിൽ വിവരിക്കും. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. കേന്ദ്ര കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ നേതൃത്വത്തിൽ കൂത്താട്ടുകുളം പൈനാപ്പിൾ ദുബായിലേക്ക്. മണ്ണത്തൂരിലും പാലക്കുഴയിലും കൃഷിയിടങ്ങളിൽ നിന്ന് നേരിട്ട് സംഭരിപ്പിച്ച പൈനാപ്പിളുകളാണ് പ്രത്യേക പാക്കറ്റുകളിലാക്കി ദുബായിലേക്ക് കയറ്റി അയക്കുന്നത്. കൂത്താട്ടുകുളം പൈനാപ്പിൾ 2ാം ഘട്ടം 7 ടൺ പൈനാപ്പിളാണ് കപ്പൽ മാർഗം ദുബായിലേക്ക് കയറ്റുമതി ചെയ്തത്. 2 മാസങ്ങൾക്ക് മുൻപ് 16 ടൺ പൈനാപ്പിൾ കയറ്റുമതി ചെയ്തിരുന്നു. കിലോയ്ക്ക് 34 രൂപയായിരുന്നു അന്ന് വില. എന്നാൽ ഇന്ന് 65 രൂപയാണ് നിലവിലെ വില. മണ്ണത്തൂരിലും പാലക്കുഴയിലെയും കൃഷിയിടങ്ങളിൽ നിന്ന് നേരിട്ട് പച്ച പൈനാപ്പിൾ സംഭരിച്ച് പ്രത്യേകം പാക്കറ്റുകളിലാക്കി ദുബായിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്ന് ഇത് 2ാം ഘട്ടമാണ് കപ്പലിൽ പൈനാപ്പിൾ കയറ്റുമതി ചെയ്യുന്നത്. ആദ്യ ലോഡ് മണ്ണത്തൂരിൽ നിന്നാണ് കയറ്റുമതി ചെയ്തത്. കേന്ദ്ര കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി വകുപ്പിന്റെ കീഴിൽ വരുന്ന അഗ്രികൾച്ചർ ആൻഡ് പ്രോസസിംഗ് ഫുഡ് പ്രോഡക്റ്റ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് കയറ്റുമതി ചെയ്യുന്നത്. വിമാനത്തിൽ പൈനാപ്പിൾ കയറ്റുമതി ചെയ്യുന്നത് വലിയ ചിലവ് വരും. തന്നെയുമല്ല അധികം അളവിൽ കൊണ്ടുപോകാനും സാധിക്കില്ല. എന്നാൽ കപ്പലുകളിൽ ഉയർന്ന അളവിൽ കൂറ്റൻ കണ്ടെയ്നറുകളിൽ കൊണ്ടുപോകാൻ സാധിക്കും. ദീർഘസമയം യാത്ര ഉള്ളതുകൊണ്ട് 125 ദിവസം എത്തിയ പച്ച പൈനാപ്പിളുകളാണ് കയറ്റുമതി ചെയ്യുന്നത്.
തൂക്കി പ്രത്യേക രീതിയിൽ പാക്ക് ചെയ്താണ് പൈനാപ്പിളുകൾ കയറ്റുമതി ചെയ്യുന്നത്. ഞങ്ങൾ പൈനാപ്പിൾ കയറ്റി അയക്കുന്നത് ഇത് രണ്ടാമത്തെ തവണയാണ്. ഒരു 3 മാസം മുമ്പ് നമ്മൾ ഫസ്റ്റ് ലോഡ് വിട്ടു. അത് കഴിഞ്ഞിട്ട് വാഴക്കുളം ഗവേഷണ കേന്ദ്രത്തിൻ്റെ സഹായത്തോടെ വീണ്ടും അടുത്ത ലോഡ് ഇന്ന് നമ്മൾ പാലപ്പുഴ എന്ന സ്ഥലത്ത് നിന്ന്, വടക്കൻ പാലപ്പുഴ എന്ന സ്ഥലത്ത് നിന്ന് ദുബായിലേക്ക് ലോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗമാണ് ഇപ്പോൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ്സിംഗ് ഫുഡ് പ്രോഡക്റ്റ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റിയും വാഴക്കുളത്തെ പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രത്തിലെയും ഉദ്യോഗസ്ഥരുമായ സിനി ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ ടി മായ, ശാന്തി എന്നിവരുടെ നേതൃത്വത്തിലാണ് കയറ്റുമതി ചെയ്യുന്നുള്ള തയ്യാറെടുപ്പുകൾക്ക് നിർദ്ദേശം നൽകുന്നത്. കർഷകനും വ്യവസായിയുമായ സാബു കൊരങ്ങേലിത്തടം, പൈനാപ്പിൾ കർഷകൻ പവൽ എന്നിവരുടെ കൃഷിയിടത്തിൽ നിന്നാണ് ഇത്തവണ പൈനാപ്പിൾ കയറ്റുമതി നടത്തിയത്. ആരക്കുഴ ആയപ്പാറയിൽ എബ്രാഹിം മാത്തുവിന്റെ ഭാര്യ അന്നക്കുട്ടി 87 നിര്യാതയായി. സംസ്കാരം ചൊവ്വാഴ്ച 3 ആരക്കുഴ സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പള്ളിയിൽ നടത്തപ്പെടും. മക്കൾ ലാലി, റീന, ജോസ്, ബേബി, മിനി, ജോണി, ഡാനി, അനിറ്റ്. മരുമക്കൾ ബേബി, ജോണി, മേഴ്സി, ലിൻസി, ജെയിംസ്, ഷാൻഡി, ലതീഷ്, ജോഷി. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് ഡേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.